പരിശുദ്ധ ബൈബിളില് ദൈവം മനുഷ്യനോട് ചോദിക്കുന്ന ആദ്യത്തെ ഒരു ചോദ്യമുണ്ട്. എന്താണെന്നറിയാമോ? ആദം, നീ എവിടെയാണ്? നീ എവിടെയാണെന്നുള്ള ഒരു ചോദ്യം നിന്നോട് തമ്പുരാൻ ചോദിക്കുകയാണ്. അപ്പൊ ചിലര് പറയും, തമ്പുരാനെ ഞാൻ നിന്റെ കൂടെയുണ്ട്. അപ്പൊ ചിലര് പറയും, തമ്പുരാനെ ഞാൻ നിന്നിൽ നിന്നും കുറച്ചകലെയാണ്. ചിലർ പറയും, തമ്പുരാനെ ഞാൻ നിന്നിൽ നിന്നും വളരെ അകലെയാണ്. ചിലർ പറയും, തമ്പുരാനെ എനിക്ക് നിന്നെ കാണുവാൻ സാധിക്കുന്നില്ല. ചിലർ പറയും, തമ്പുരാനെ നീ എവിടെയാണ്? പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ പരിശുദ്ധ നോമ്പിൽ നമ്മൾ ആത്മാർത്ഥമായി ആത്മശോധന ചെയ്യേണ്ടത്, ഞാൻ എവിടെയായിരിക്കുന്നു? ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള ബന്ധത്തിൽ ഞാൻ എവിടെയായിരിക്കുന്നു? ഈ പറഞ്ഞ മറുപടികളിൽ ഏതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ തമ്പുരാനോട് പറയാൻ പോകുന്നതെന്ന് നമ്മൾ ചിന്തിച്ച് നോക്കണം. പരിശുദ്ധ ബൈബിളിൽ പറയുന്ന രണ്ടാമത്തെ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണെന്ന് അറിയാവോ? എന്താണ്? നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലേ, നിന്റെ സഹോദരൻ എവിടെ? നമ്മൾ തളർവാദ രോഗിയുടെ ആ സംഭവം നമ്മൾ വായിച്ചായിരുന്നല്ലേ എത്ര ആഴ്ചകൾക്ക് മുൻപേ? കഴിഞ്ഞ ആഴ്ച എന്തുവായിരുന്നു? കഴിഞ്ഞ ആഴ്ച കൂനുള്ള സ്ത്രീയെ സുഖപ്പെടുത്താം. അതിൻ്റെ തലയാഴ്ച എന്തായിരുന്നു? ജ്ഞാനായക്കാരുടെയോ സ്ത്രീയുടെ മകളെ സുഖപ്പെടുത്തി. അതിൻ്റെ തലയാഴ്ച തളർവാദ രോഗിയെ. അപ്പോൾ ഈ തളർവാദ രോഗിയുടെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ അതിന് പ്രത്യേകത എന്താ? ഏതോ 4 പേർ അല്ലേ? അങ്ങനെയല്ലേ സുവിശേഷം എഴുതിയിരിക്കുക? 4 പേർ അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നേ? ആരാണെന്ന് എഴുതിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ബന്ധുവായ 4 പേർന്ന് എഴുതിയിട്ടുണ്ടോ? സുഹൃത്തുക്കളായ 4 പേർന്ന് എഴുതിയിട്ടുണ്ടോ? ഇല്ല, ആരോ 4 പേർ. അത് ബന്ധുവാകാം, സുഹൃത്താകാം, ആരെങ്കിലും ആകാം, സഹോദരനാകാം, കുടുംബക്കാരാവാം, ആരോ. ഈ 4 പേര് ചേർന്ന് തീരുമാനിക്കുകയാണ് എന്ത്? ഇവരെവിടുന്നോ കേട്ടോ കണ്ടോ അറിഞ്ഞ, അല്ലെ അവർ നേരിട്ട് കണ്ട ഒരു മനുഷ്യനെ, സൗഖ്യം കൊടുക്കുവാൻ സാധിക്കുന്ന ഒരു മനുഷ്യനെ അവർ കണ്ടെത്തി, അല്ലെ അറിഞ്ഞു. ഇവൻ്റെ അടുക്കൽ എൻ്റെ ഈ സഹോദരനെയോ എൻ്റെ ഈ സുഹൃത്തിനെയോ എൻ്റെ ഈ മനുഷ്യനെയോ ഈ പങ്കാളിയെയോ അല്ലെങ്കിൽ ആരെയോ ഒരാളെ ഇവനെ ഞങ്ങൾ കൊണ്ടെത്തിക്കുമെന്ന് തീരുമാനമെടുത്ത 4 പേരുടെ സംഭവമാണ് തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നത്, അല്ലേ? ഇവർ തീരുമാനിച്ചില്ലായിരുന്നെങ്കിൽ തളർവാദ രോഗി ഇവിടെ വരുമായിരുന്നോ? ഇല്ല. ഈ പരിശുദ്ധ നോമ്പിൽ നിന്റെ സഹോദരന് നീ ചെയ്തു കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ സഹോദരന് ചെയ്തു കൊടുക്കുന്ന ചില കാര്യങ്ങൾ നീ ചെയ്യുമ്പോഴാണ് നിന്റെ ഈ പരിശുദ്ധമായ നോമ്പ് അർത്ഥപൂർണമാകുന്നത്. അവർ ഈ 4 പേര് ഇത് തീരുമാനിച്ചില്ലായിരുന്നെങ്കിൽ ആ തളർവാദ രോഗി രക്ഷപ്പെടുമായിരുന്നോ? ഇല്ല. തമ്പുരാനോട് ചിലര് പറഞ്ഞു, തമ്പുരാനെ നിന്നെ വിശക്കുന്നവനായും നിന്നെ നഗ്നനായിട്ടും വേദന അനുഭവിക്കുന്നവനായിട്ടും കാരാഗൃഹത്തിൽ കിടക്കുന്നവനായിട്ടും രോഗിയായിട്ടും ഞങ്ങൾ കണ്ടില്ല. ഞങ്ങൾ വീട്ടിലിരുന്നു, നിന്നെ വഴിയിലെങ്ങും ഞങ്ങൾ കണ്ടില്ല, ഞങ്ങൾ ആരും അറിഞ്ഞില്ല, ഞങ്ങൾ ഇതൊന്നും കണ്ടെത്തിയില്ല, നീ എവിടെയായിരുന്നു? ആരാ ചോദിച്ചത്? ബൈബിളിലുള്ളതാണോ? ആരാ ചോദിച്ചേ? ആരാ ചോദിച്ചത്? വചനവർഷമാണെന്ന് ഇവിടെ ഒരു ഫ്ലെക്സ് ഇരിക്കുന്നുണ്ടായിരുന്നോ? വായിക്കുന്നുണ്ടോ ബൈബിള്? ആരാ പറഞ്ഞേ? അന്ത്യവിധി വന്നപ്പോൾ ഇടതു ഭാഗത്തേക്ക് മാറ്റപ്പെട്ടവർ ചോദിക്കുകയാണ്, തമ്പുരാനെ ഞങ്ങൾ കണ്ടില്ല, ഞങ്ങൾ കണ്ടില്ല, നിന്നെ ഈ ഒരു അവസ്ഥയിൽ കണ്ടില്ല. അപ്പൊ തമ്പുരാൻ എന്തോ മറുപടി പറഞ്ഞേ? ഉറക്കെ പറ. ഈ ചെറിയ ഒരുവന് നീ ഇത് ചെയ്യാതിരുന്നപ്പോൾ
ആർക്ക് ചെയ്തില്ല? എനിക്ക് ചെയ്തില്ല. ഈ പരിശുദ്ധമായ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ നിന്റെ സഹോദരന് നിന്നോട്, ബാക്കി പറഞ്ഞേ, അത് മാത്രം നമ്മൾ പഠിക്കത്തില്ല, ആ ബൈബിൾ ഭാഗം നമ്മൾ വായിക്കത്തുമില്ല, പഠിക്കത്തുമില്ല. നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവന് തോന്നുമ്പോഴാണോ? നിനക്ക് തോന്നുകയാണെങ്കിൽ ബാക്കി പറ. ബലിവസ്തു അവിടെ വെച്ചിട്ട് പോയി അവനുമായിട്ട് രമ്യപ്പെടുക. ഈ പരിശുദ്ധമായ നോമ്പിൽ നമ്മൾ ചില വർജനങ്ങളൊക്കെ നടത്തും അല്ലേ? ചില കാര്യങ്ങളൊക്കെ ഒഴിവാക്കും, ചില ഭക്ഷണസാധനങ്ങളൊക്കെ ഒഴിവാക്കുമായിരിക്കും. ഇതിലൂടെ കുറച്ച് പണം നമുക്ക് സ്വരൂപിക്കാനൊക്കെ പറ്റിയേക്കും. ഇവ ശേഖരിച്ച് നിർധനരായ ആളുകൾക്ക് കൊടുക്കുമ്പോഴല്ലേ യഥാർത്ഥമായിട്ട് നമ്മൾ ഈ നോക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ അനുഷ്ഠിക്കുന്ന നോമ്പിന് ഒരു അർത്ഥമുണ്ടാകുന്നത്? അല്ലെങ്കിൽ നിന്റെ സഹോദരന് ആവശ്യമായവ, നിന്റെ സാന്നിധ്യമായിരിക്കാം, നിന്റെ പ്രാർത്ഥനയായിരിക്കാം, നിന്റെ സഹായമായിരിക്കാം, നിന്റെ സമ്പത്തിൻ്റെ ഒരു ഭാഗം, ഒരു അംശമായിരിക്കാം. ഇത് കൊടുത്തുകൊണ്ട് അവൻ്റെ ജീവിതത്തെ ഉയർത്തുവാൻ, നിന്റെ സഹോദരനെ ദൈവസന്നിധിയിലേക്കും അവൻ്റെ ജീവിതത്തിലും അവൻ ആത്മീയ ജീവിതത്തിലും ഉയർത്തുവാൻ നീ പരിശ്രമിക്കുമ്പോഴല്ലേ യഥാർത്ഥമായ അർത്ഥമുള്ള നോമ്പ് നിങ്ങൾ അനുഷ്ഠിക്കുന്നത്. ഇത് നിങ്ങൾ ചെയ്യാതിരിക്കും തോറും നിങ്ങൾ ഈ പരിശുദ്ധ നോമ്പ് 50 ദിവസം അനുഷ്ഠിച്ച് കഴിഞ്ഞിട്ട് ഇത് നിങ്ങളെ എവിടെ എത്തിക്കും? എന്തർത്ഥമാണ് നിങ്ങൾ കൊണ്ടുവരിക? ഒരു മനുഷ്യനോട് രാത്രിയിൽ ദൈവം പറയുകയാണ്, അല്ല, ഒരു മനുഷ്യൻ പകൽ മുഴുവൻ അധ്വാനിച്ചിട്ട് അവൻ്റെ എല്ലാം ശേഖരിച്ച് പത്തായപ്പരെ കൊണ്ടുവച്ചിട്ട് ആത്മാവിനോട് പറഞ്ഞു, ആത്മാവെ നീ തിന്നു കുടിച്ച് ഉറങ്ങിക്കോ, നിനക്ക് വേണ്ടതെല്ലാം ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ തമ്പുരാൻ എന്തോ പറഞ്ഞേ? പോഷ, ഈ രാത്രിയിൽ നിന്റെ ആത്മാവിനെ ഞാൻ ചോദിച്ചു കഴിയുമ്പോൾ ഇതൊക്കെ എന്തിനായിരുന്നു? നമുക്കറിയാമോ? അടുത്ത മിനിറ്റിലാണോ, നാളെയാണോ, മറ്റന്നാളാണോ എന്ന് അറിയാമോ? ജാഗരൂകരായിരിക്കുവിൻ, ഒരുക്കമുള്ളവരായിരിക്കുവിൻ. മാമോദീസായിലൂടെ തമ്പുരാൻ നമുക്ക് തന്ന വെണ്മയുള്ള ആത്മാവിനെ അവനെ ഏത് നിമിഷം ചോദിച്ചാലും തിരികെ നൽകുവാൻ, മുഖശോഭയോടെ തിരികെ നൽകുവാൻ തക്കവണ്ണം നമ്മൾ എന്തായിരിക്കണം? ഒരുക്കമുള്ളവരായിരിക്കണം. നമുക്ക് ബലഹീനതകളുണ്ട്, കുറവുകളുണ്ട്, നമ്മൾ തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്. പക്ഷേ തിരിച്ചു വരുവാൻ മാർഗമുണ്ടോ? ഇല്ലയോ? ധൂർത്തപുത്രൻ അകലേക്ക് പോകും തോറും അവൻ്റെ അപ്പൻ്റെ കണ്ണുകൾ എന്താണ്? അകലേക്ക് കണ്ണ് നട്ടുമിരിക്കുക. അവൻ എന്നെങ്കിലും തിരിച്ചു വരുമ്പോൾ, എൻ്റെ കൺവെട്ടത്ത് തിരിച്ചു വരുമ്പോൾ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് അവനോട് ആദ്യം എന്തായിരിക്കും ചോദിച്ചിരിക്കുക? എൻ്റെ സ്വത്ത് എന്ത് ചെയ്യുന്നതായിരിക്കുമോ ചോദിച്ചിരിക്കുക? ആണോ? ഞാൻ തന്ന വസ്ത്രം എന്ത് ചെയ്യുന്നതായിരിക്കുമോ ചോദിച്ചിരിക്കുക? ഞാൻ തന്നിരിക്കുന്ന സ്വർണ്ണമോതിരം എന്ത് ചെയ്യുന്നതാണോ ആദ്യം ചോദിച്ചിരിക്കുക? പിന്നെ എന്തായിരിക്കും ചോദിക്കുക? നീ എവിടെയായിരുന്നു? ഈ അപ്പൻ ഇവിടെ കാത്തിരുന്നപ്പോൾ നീ എവിടെയായിരുന്നു? ഇതായിരിക്കും ആദ്യം ചോദിച്ചത്. പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധ നോമ്പിലൂടെ തമ്പുരാൻ നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ കാത്തിരിപ്പിൻ്റെ അവസരങ്ങളിൽ നമ്മൾ തമ്പുരാനോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ പരിശുദ്ധമായ നോമ്പിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ട എന്താണ് നമ്മൾ നേടിയെടുക്കേണ്ടത്? നോമ്പിലൂടെ തമ്പുരാനെ കണ്ടെത്തുവാൻ, അവനെ ദർശിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിന് നമുക്ക് എന്താ വേണം? തമ്പുരാനെ അടുത്തറിയണം. തമ്പുരാനെ കാണണമെന്ന് ആഗ്രഹമുണ്ടോ? അതിനെന്തെങ്കിലും വഴിയുണ്ടോ? തമ്പുരാൻ കാണുവാൻ എന്തെങ്കിലും വഴിയുണ്ടോ? തമ്പുരാനെ കാണാൻ ഉണ്ടോ ഇല്ലയോ? കാണാൻ പറ്റുമോ? യേശു തമ്പുരാൻ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നീ ഇത് കണ്ടെത്തിയാൽ ദൈവത്തെ കാണും. നിനക്കിതുണ്ടെങ്കിൽ നീ തമ്പുരാനെ കാണും. അതെന്താണെന്ന് അറിയാമോ? അറിയാമോ? ഹൃദയവിശുദ്ധിയുള്ളവർ, ബാക്കി പറഞ്ഞേ, ഭാഗ്യവാന്മാർ
അവർ ദൈവത്തെ കാണും. ഹൃദയവിശുദ്ധി ഉണ്ടെങ്കിൽ ദൈവത്തെ കാണുമായിരിക്കും എന്നാണോ? പിന്നെങ്ങനാ? ദൈവത്തെ കാണും. നിനക്ക് ഹൃദയ വിശുദ്ധി ഉണ്ടാകുമ്പോൾ നീ ഉറപ്പായിട്ടും ദൈവത്തെ കാണും. പ്രിയമുള്ളവരെ, ഈ നോമ്പിലൂടെ നിങ്ങൾ ദൈവത്തെ കണ്ടെത്തണം. അതിന് ഈ നോമ്പിലൂടെ വിശുദ്ധി, ഹൃദയ വിശുദ്ധി നേടിയെടുത്ത് തമ്പുരാനെ കണ്ടെത്തി പരിപൂർണമായ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കണം. നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. അനുഗ്രഹദായമായ മണിക്കൂറുകളിലേക്ക്, നിമിഷത്തിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നതിന് തൊട്ട് മുൻപ് നമുക്ക് തമ്പുരാൻ്റെ സന്നിധിയിൽ കണ്ണുകൾ അടച്ച് ഒരു നിമിഷം നമ്മുടെ ജീവിതത്തെ തമ്പുരാൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. കർത്താവേ, ഞാൻ അനേകം തെറ്റുകൾ ചെയ്തു പോയി. കർത്താവേ, നീ എൻ്റെ തെറ്റുകളിലേക്ക് നോക്കുന്നവനല്ല. തമ്പുരാനെ, നീ എന്നെ നോക്കിയിരുന്ന് ഞാൻ എന്ന് തിരികെ വരുമെന്ന് എന്നെ നോക്കുന്നവനാകുന്നു. തമ്പുരാനെ, നിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ ഇന്ന് അടുത്ത് വരികയാണ്. തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ബലഹീനതകൾ, ഞങ്ങളുടെ കുറവുകൾ, ഞങ്ങളെല്ലാം നിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. തമ്പുരാനെ, കർത്താവെ, ആരാധനയുടെ മണിക്കൂറിൽ കർത്താവെ നിന്നെ സ്നേഹിക്കുവാൻ തക്കവണ്ണം, കർത്താവെ നിന്നോട് ചേർന്നിരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. തമ്പുരാനെ, സ്നേഹത്തിൻ്റെ മണിക്കൂറുകളിലായിരിക്കുമ്പോൾ തമ്പുരാനെ, ഞങ്ങളുടെ കുറവുകളെ നീ നിറവുകളാക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങൾ നിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. തമ്പുരാനെ, ഈ നിമിഷം, ആരാധനയുടെ നിമിഷം, തമ്പുരാൻ്റെ സന്നിധിയിൽ നമ്മുടെ എല്ലാ വേദനകളെയും ഇറക്കി വെക്കാം. നമ്മുടെ ആവശ്യങ്ങളെ അവിടത്തേക്ക് പറഞ്ഞു കൊടുക്കാം. തമ്പുരാൻ്റെ മുൻപിൽ നമ്മെ തന്നെ തുറന്നു പിടിക്കാം. കർത്താവ്, എൻ്റെ ജീവിതത്തെ നീ കാണണമേ. തമ്പുരാനെ, എൻ്റെ ജീവിതത്തെ നീ ആഗ്രഹിക്കുന്നത് പോലെ വഴി നടത്തണമേ. തമ്പുരാനെ, ഞങ്ങളെ സംരക്ഷിക്കുന്ന ദൈവമേ, നിന്നെ ഞങ്ങൾ കാണുകയാണ്. തമ്പുരാനെ, ഞങ്ങളെ സ്നേഹിക്കണമേ. ആരാധനയുടെ സമയത്ത് നമ്മുടെ ഹൃദയങ്ങളെ തുറന്നു വെക്കാം. ആത്മാർത്ഥതയോടെ, ഹൃദയവേദനയോടെ തമ്പുരാൻ്റെ സന്നിധിയിൽ എല്ലാം മറന്നുകൊണ്ട് കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ. ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾ ഓരോരുത്തരെയും, ഞങ്ങളുടെ ഭവനങ്ങളെയും, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും, ഞങ്ങളുടെ ദേവാലയത്തെയും, ഇടവകയും, കുഞ്ഞുങ്ങളെയും, മാതാപിതാക്കളെയും എല്ലാവരെയും സമർപ്പിച്ച് തമ്പുരാൻ്റെ സന്നിധിയിലായിരിക്കാം. തമ്പുരാൻ്റെ സന്നിധിയിൽ തമ്പുരാൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട്, ഈ ആരാധനയ്ക്ക് വേണ്ടി നമുക്ക് ഹൃദയത്തെ പരിപൂർണമായിട്ട് ഒരുക്കാം.